ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്സഡ് ഡയറസ്. ഇന്ന് ഫയർ വുമൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഫയർ. ക്ലാസ് എ ഫയർ എന്ന് പറഞ്ഞാൽ കത്തിയാൽ ചാരമോ കരിയോ അവശേഷിക്കുന്ന തരത്തിലുള്ള ഖരവസ്തുക്കൾ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളെയാണ് നമ്മൾ ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണം തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് എന്നിവയിലെ തീപിടുത്തം. ക്ലാസ് എ തീപിടുത്തത്തെ ജലം ഉപയോഗിച്ച് അല്ലെങ്കിൽ കൂളിംഗ് എഫക്റ്റ് വെച്ച് നമുക്ക് കെടുത്താവുന്നതാണ്. അപ്പോൾ ക്ലാസ് എ ഫയർ എന്ന് വെച്ചാൽ ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ക്ലാസ് ബി ഫയർ ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ബി ഫയർ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ആൽക്കഹോൾ, പെയിൻറ്റ് എന്നിവയൊക്കെ കത്തുന്നതാണ് ക്ലാസ് ബി ഫയർ. പത, ഡ്രൈ കെമിക്കൽ പൗഡർ എന്നിവ ഉപയോഗിച്ച് ബി ക്ലാസ് തീപിടുത്തം നമുക്ക് നശിപ്പിക്കാവുന്നതാണ്. അതിന് സ്മൂത്തറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് എ ഫയർ ഖരവസ്തുക്കൾ, ക്ലാസ് ബി എന്ന് പറയുന്നത് ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളുണ്ടാകുന്ന തീപിടുത്തം. ക്ലാസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളുണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് സി ഫയർ. LPG, അസറ്റലിൻ, ഹൈഡ്രജൻ എന്നിവയിലെ തീപിടുത്തം. ഡ്രൈ കെമിക്കൽ പൗഡർ, അലസവാതകങ്ങൾ എന്നിവയാണ് ഇത് അഗ്നിശമനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. അപ്പോൾ ജ്വലന സ്വഭാവം ക്ലാസ് സി എന്ന് പറയുന്നത് എന്താണ്? വാതകങ്ങളുണ്ടാകുന്ന തീപിടുത്തം. ക്ലാസ് ഡി ഫയർ എന്ന് പറഞ്ഞാൽ ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളിലുണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഡി ഫയർ. സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ലോഹങ്ങളാണ് കത്തുന്നത്. കത്തിക്കൊണ്ടിരിക്കുന്ന ലോഹങ്ങളിൽ ജലം പതിച്ചാൽ പൊട്ടിത്തെറിക്കും. വൻ അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈ കെമിക്കൽ പൗഡർ, CO2 എന്നിവ ഉപയോഗിച്ചാണ് ക്ലാസ് ഡി ഫയർ നമുക്ക് ശമിപ്പിക്കാവുന്നത്. ക്ലാസ് ഇ ഫയർ എന്ന് പറഞ്ഞാൽ അമിതമായ ഊർജ്ജവൽക്കരിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഇ ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് എ എന്ന് പറയുന്നത് ഖരവസ്തുക്കളിൽ, ക്ലാസ് ബി ദ്രാവകങ്ങളിൽ, ക്ലാസ് സി എന്ന് പറയുന്നത് വാതക വസ്തുക്കളിൽ, ക്ലാസ് ഡി എന്ന് പറയുന്നത് ലോഹവസ്തുക്കളിലുണ്ടാകുന്ന തീപിടുത്തം, ക്ലാസ് ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുണ്ടാകുന്ന തീപിടുത്തം. അപ്പോൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക.